ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം എടുത്ത് ചെയ്യാൻ പറ്റും? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് ഒന്ന് പറയണം. മിക്കവാറും ആൾക്കാർക്ക് 2 മിനിറ്റൊക്കെ എടുക്കുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് കുറേ ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് കാൽക്കുലേഷൻ ഡെയിലി എഴുതണം, കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 166.44 വിറ്റപ്പോൾ പ്രോഫിറ്റ് 14% ഉണ്ട്. 157.76 വെക്കുമ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്? അപ്പോൾ 14% പ്രോഫിറ്റിന് വെക്കുകയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 114%-നാണ് വെക്കുന്നത്. അപ്പോൾ 114% ഓഫ് കോസ്റ്റ് പ്രൈസാണ് തന്നിട്ടുള്ളത്. 114ൻ്റെ വാല്യൂ ആണ്. ഞാനിത് എക്സാമിന് ചെയ്യുന്നത് കാണിച്ചു തരാം. 166.44. എന്നാൽ 100% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ സ്ഥാനത്ത് സെല്ലിംഗ് പ്രൈസ് എത്രയായി? 154.76 വിറ്റാൽ എത്ര കിട്ടും? അപ്പോൾ ഇവിടെ 114 കാണുമ്പോൾ തന്നെ ഇത് 19ൻ്റെ മൾട്ടിപ്പിളാണെന്നുള്ള ഐഡിയ മൈൻഡിൽ വന്നില്ലെങ്കിൽ കാര്യമില്ല. കാര്യം ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം. 19 ഗുണം 6 ആണ്. അപ്പോൾ ഞാനിവിടെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 19 ഗുണം 8 152, 147 19 7, പിന്നെ 114 19 6, 2 പോയിൻറ്റ് ഈ 100 പോയി. ഇപ്പോൾ 876/6 14 6, അതായത് 146 കോസ്റ്റ് പ്രൈസ്. അത് 154.76 വിൽക്കുന്നു. ലാഭം എത്ര രൂപയാണ്? 8.76 ആണ്. അപ്പോൾ ഓപ്ഷനകത്ത് ലോസ് അല്ല. 5% എന്ന് പറഞ്ഞാൽ 7.3 വരും. നമുക്ക് 7.3 കൂടുതലുണ്ട്. ആൻസർ 5% കൂടുതലാണ്. അങ്ങനെയുള്ള ആൻസർ ഇതാണ്. 6% പ്രോഫിറ്റ്. അല്ലെങ്കിൽ 1.46 ആണ്. 1% ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 6ഉം ബാക്കി 46, അല്ലെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 8.76 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്തിയർ മെത്തേഡ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ. ഇത്രയും സ്പീഡ് ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ 1 മിനിറ്റും 1.5 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തു. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് കാണുമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 14% ലാഭത്തിൽ വിറ്റതാണ്. ഇപ്പോൾ 114ൻ്റെ വാല്യൂ ആണ്, 100ൻ്റെ വാല്യൂ ആണ്. 100ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 പോയിൻറ്റ് പോയി. 114 കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് 19 ഉണ്ട്. കാര്യം ഇതിനകത്തൊന്നും ചെയ്യാനില്ല. 19 വെച്ച് വെട്ടുന്നു. ഇപ്പോൾ താഴെ എന്ത് വരും? 6 വരും. അപ്പോൾ 6 ഞാൻ എഴുതത്തുള്ളൂ. 19 വെച്ച് വെട്ടിയിട്ട് ഡയറക്റ്റ് ഇവിടെ എഴുതും. 19 8 152, 147 7, പിന്നെ 6. ഇനി ഡയറക്റ്റ് എന്ത് ചെയ്യും? 876 എന്നുള്ളത് 14 84 14 വട്ടം 14 142 സാധനം 157.76. ഇതൊന്നും എഴുതത്തില്ല. അപ്പോൾ 8.76 ലാഭം. അപ്പോൾ 5% പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റാണ്. അപ്പോൾ 6% എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര ശതമാനമാണ് നോക്കണം. അപ്പോൾ ഇതിനകത്ത് 1% എന്ന് പറഞ്ഞാൽ 1.46 ആണ്. അങ്ങനെ 6% വരുന്നത്. 5% അല്ലെന്ന് കാണുമ്പോൾ തന്നെ 5% എന്ന് പറഞ്ഞാൽ 10ൻ്റെ പകുതിയാണ്. അപ്പോൾ എൻ്റെ പേപ്പറിൽ ഇത്രയേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? മൈൻഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് അറിയണം. അതിൻ്റെ കൂടെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പഠിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യും. മാത്സ് നിങ്ങൾക്ക് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അത്ര ഡീപ്പായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസ് എടുത്ത് പഠിക്കാം. എന്തായാലും ഡെയിലി ഷെഡ്യൂളൊക്കെ ചെയ്ത് അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.